എന്തൊക്കെയാണ് സായിഹായ കാലത്ത് ചെയ്തത്. അല്ലാഹ് ഒരു വീട്ടിൽ കയറിയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ മരം വെട്ടുക, അല്ല ഇറങ്ങുന്ന സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, ഈ ഇതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കി വീട്ടിന്റെ ഉള്ളിലേക്ക്, ഈ വീട്ടിന്റെ മുറ്റത്തേക്ക് റോഡാക്കുക, ഇപ്പോൾ വേണ്ട. അങ്ങനെ വന്നിട്ട് ഈ മരം ഇവിടുന്ന് വെട്ടിക്കളയുക, ഇപ്പോൾ വേണ്ട. വീട്ടിന്റെ അകത്തേക്ക് കയറി ഈ കട്ടിൽ ഇങ്ങനെ ഇടുക, ഇപ്പോൾ വേണ്ട. ഇവിടെ ഒരു ഓൾസ് കുത്തുക, ഇപ്പോൾ വേണ്ട. ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞു. ഈ വീട് ഏതെന്നും ഈ കുടുംബം ഏതെന്നും വൈരത്തൂർ പാപ്പാക്ക് അറിയാം. പാപ്പന്റെ റെക്കാർഡുകൾ മുഴുവനും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ആ വീട്ടുകാരി അവരുടെ മുറ്റത്തൊരു മരണ്ട്. ആ മരത്തിന് നീണ്ട മുള്ളുകളുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. ഈ പെണ്ണ് അറിയാതെ അടിഞ്ഞു വീണു ആ മരത്തിലേക്ക്. പെണ്ണിന്റെ ദേഹത്തേക്ക് 2-3 മുള്ളങ്ങ് കയറി. അത് വലിച്ചെടുത്ത്. പക്ഷേ അത് അസഹ്യമായ വേദന. നമ്മുടെ നാട്ടിലൊക്കെ പറയും പോയസം കയറുമെന്ന് പറയും. അങ്ങനെ ഇതിൽ പ്രശ്നമില്ല. അത് സംഭവിച്ചു. ആ പെണ്ണ് ഒരാഴ്ച കൊണ്ട് മരിച്ചു. മയ്യത്ത് ആംബുലൻസിൽ കൊണ്ടുവന്നു. മുള കണ്ട് കെട്ടിയതായ വഴിയിൽ ആംബുലൻസ് മുറ്റത്തേക്ക് കൊണ്ടുവരണം. അത് പൊളിച്ചു. ഇവിടെ റോഡാക്കുക, വീടിന്റെ മുറ്റത്തേക്ക് ഇപ്പോൾ വേണ്ട ആക്കി. അങ്ങനെ ആ മയ്യത്ത് അകത്തേക്ക് കയറ്റിയപ്പോൾ കിബിലക്ക് കിടത്തണം, അതിന് കട്ടിൽ ഇങ്ങനെ ഇടണം. ഈ കട്ടിൽ ഇങ്ങനെ ഇടുക, ഇപ്പോൾ വേണ്ട. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ആ റൂമിൽ വെച്ച് മയ്യത്ത് കുളിപ്പിച്ചു. ഓൾസില്ല, ഓൾസ് കുത്തി. ഇതിനൊരു ഓൾസ് കുത്തുക, ഇപ്പോൾ വേണ്ട, പിന്നെയാകാം. പുറത്തിറങ്ങി മരം വെട്ടിക്കളയണം. ഈ മരം അപകടമെന്ന് പറഞ്ഞ് അവർ വെട്ടിക്കളഞ്ഞു, ഇപ്പോൾ വേണ്ട. ഇത് അങ്ങനെ തന്നെ സംഭവിക്കല്ലേ. ആരാണ് അല്ലാഹു വലിയുല്ലാഹി? അല്ലാഹുവേ, അവിടുത്തെ മദത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. 1000-ഓ 10,000-ഓ അല്ല കറാമത്ത്. ബന്ധമുള്ള എല്ലാവർക്കും 100 കണക്കിന് അനുഭവം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും.